എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ റെസിപ്പിയാണ് ബീഫ് അച്ചാർ. ഇത് സിമ്പിൾ രീതിക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സ്പെഷ്യലി ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഈ അച്ചാർ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇത് 3 കിലോ ബീഫാണ്. ഇത് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ്. ഇതിന് ശേഷം ഞാൻ എണ്ണ ഒഴിച്ച് ഇത് ബീഫ് വറക്കാൻ പോവുകയാണ്. ബീഫിന്റെ അളവ് കൂടുതലായതുകൊണ്ട് ഞാൻ 2-3 വട്ടമായിട്ടാണ് ഇത് വറുത്ത് കോരുന്നത്. ഇതിന് അവസാനത്തെ ബാച്ച് ഞാൻ വറുത്ത് കോരിയാണ്. ഇതുപോലെ വറുത്ത് കോരുമ്പോൾ കളർ ഇതുപോലെ ഇരിക്കണം. നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. കരിയാപ്പില അതിനായിട്ട് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട പേസ്റ്റാണ്. ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, തക്കോലം, പട്ട, ഗ്രാമ്പു ഇതെല്ലാം പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്കത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വിനിഗർ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. അവസാനം കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അന്നേരം നമ്മുടെ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനിയും ബീഫ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ അടിപൊളി ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അന്നേരം ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ പാടാണെന്ന് കരുതി ആരും ഉണ്ടാക്കാൻ ഇരിക്കൊന്നും വേണ്ട. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒന്നും പറയാനില്ല, സൂപ്പർ. ആരും കടയിൽ നിന്നും പോയി വാങ്ങിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ബീഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അച്ചാർ ഉണ്ടാക്കാം.